ഹലോ ഗായ്സ്, ഇന്ന് ഇവിടുത്തെ ഡിന്നർ എന്താണെന്നറിയോ? സേമിയ ഉപ്മാവ്. സത്യം പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് റെസിപ്പി, പക്ഷേ ഉണ്ടാക്കുന്ന ധൃതിയിൽ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. കണ്ടോ, ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളി സേമിയ ഉപ്മാവ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. രാവിലെ തൊട്ട് ഇവിടെ നല്ല മഴയാണ്. നിങ്ങളെ നാട്ടിലൊക്കെ മഴയുണ്ടോയെന്നും കമൻറ്റ് ചെയ്യണം. ഏത് ജില്ലയിൽ നിന്നാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നും അവിടെ മഴയുണ്ടോയെന്നും കമൻറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ ഇന്ന് ഡിന്നറിന് എന്താണെന്ന് വെച്ചാൽ ഇത് കോളിഫ്ലവർ വേവിച്ച് വെച്ചിരിക്കുക. ഇതിനെ ഇനി ബജ്ജി മാവിൽ മുക്കിയെടുത്ത് കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കണം. അപ്പം ഞാനത് ബജ്ജി ഇടുമ്പം കാണിച്ചു തരാമേ. അപ്പം ബജ്ജിക്കുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 4 പീസ് കോളിഫ്ലവർ ബജ്ജി മാവിൽ ഇട്ടിട്ടുണ്ട്. ഇത് ബജ്ജി മാവ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ആച്ചീര ബജ്ജി ബോണ്ട മിക്സ് മാവാണ്. അത് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും നമ്മുടെ വീട്ടിൽ നിന്ന് ഒന്നും ചേർക്കണ്ട. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്നും, ഉപ്പ് പോലും ചേർക്കണ്ട. ഉപ്പിടരുത്, ഉപ്പിട്ടാൽ കൂടിപ്പോവും. അത് മാത്രം, ആ പൊടി മാത്രം ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ബജ്ജി പരുവത്തിൽ മാവ് ഒഴിച്ചിട്ട് നമുക്ക് ഏത് ബജ്ജിയാണോ ഉണ്ടാക്കേണ്ടത് അത് അതിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇന്ന് ഞാനിപ്പം കോളിഫ്ലവർ ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. കാണിച്ചു തരാമേ. നല്ല അടിപൊളി ബജ്ജി. എനിക്ക് എല്ലാ ടൈപ്പ് ബജ്ജിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്നത്തെ ഡിന്നർ സേമിയ ഉപ്മാവും കോളിഫ്ലവർ ബജ്ജിയും. നിങ്ങളെ വീട്ടിൽ എന്താണ് ഡിന്നർ? എല്ലാവരും കഴിച്ചോന്നും കമൻറ്റ് ചെയ്യണേ. ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ ഗൈസ്, ഞാൻ കോളിഫ്ലവർ ബജ്ജി എടുത്തു. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് എനിക്ക് ഫൈനൽ റിസൾട്ടായിട്ട് കിട്ടിയത്. അപ്പം ഞാൻ പോയി ഇനി ഡിന്നർ കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും കഴിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഗുഡ് നൈറ്റ്, ബൈ ബൈ.